ഹലോ, നമസ്കാരം. പ്രൊഫൈൽസിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് പട്ടേൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂരാണ്. അപ്പോൾ അതിലൊരു പ്രത്യേകത കൂടെ. ആ പ്രത്യേകത എന്തെന്ന് നമുക്ക് നേരിൽ കണ്ടറിയാം. എനിക്ക് ഇവിടുന്ന് കുറച്ച് നേഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് തന്നെ അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിക്കാം. എന്താ പേര്? ദിയ. എവിടെന്നാ വരുന്നത്? കോഴിക്കോട്. എത്രാമത്തെ ഇയറാ പഠിക്കുന്നത്? സെക്കൻഡ് ഇയർ തേർഡ് സെം. ഞാൻ കോട്ടയം. എന്താണ് കോളേജിനെ കുറിച്ച് എന്താ പറയുന്നത്? നല്ല കോളേജാണ്. ഭക്ഷണം മലയാളി ഫുഡാണ്. സാധാരണഗതിയിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഫുഡിനാണ് പ്രോബ്ലം വരും. ഇപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളോട് നേരിട്ട് സംസാരിച്ചാൽ ഇവിടെ കേരള മെസ്സ് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ കേരള ഫുഡാണ്, പിള്ളേരും ഹാപ്പിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി കർണാടകയിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് മെഡിക്കൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? എക്സാമൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. എക്സാംസ് ഇപ്പോൾ റിസൾട്ട് വരാനാണെങ്കിൽ ഡിലേ ആവില്ല, പ്രോപ്പറായിട്ട് തന്നെ റിസൾട്ട് വരും. എൻ്റെ പേര് പുണ്യ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ 4th ഇയർ പഠിക്കുന്നതാണ്. എൻ്റെ പേര് ജെസ്സി, ഐ എം ഫ്രം ട്രിവാൻഡ്രം. അപ്പോൾ തിരുവനന്തപുരത്തും കണ്ണൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇത് 2010 സ്റ്റാർട്ട് ചെയ്തത്. ഫെഡറൽ നഴ്സിംഗ് കോളേജാണ്, പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറൽ നഴ്സിംഗ് കോളേജാണ്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, 4 വർഷത്തെ എക്സ്പീരിയൻസ് എന്താണ്? ഞാനിവിടെ വന്നിട്ട് എനിക്ക് നല്ലൊരു എന്താ പറയുക കോളേജ് അറ്റ്മോസ്ഫിയർ ആണ് കിട്ടിയത്. ഞങ്ങൾക്ക് കേരള സ്റ്റുഡൻസിന് കേരളമായിട്ട് അതിൻ്റെ ഫുഡാണ് കിട്ടുന്നത്. പിന്നെ വാട്ടർ ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. പിന്നെ സെക്യൂരിറ്റി ആയാലും അടിപൊളിയാണ്. ഞങ്ങളുടെ ഹോസ്റ്റൽ വന്നിട്ട് കോളേജിൻ്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ ഹോസ്റ്റലായാലും എല്ലാം വല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം, നമുക്ക് സ്റ്റഡി ടൈമിന് വന്നിരുന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കാം. അവർ ലോക്കൊന്നും ചെയ്യത്തില്ല. 24 hours നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കാം. മാമുമാരുണ്ടാവും. മാമുമാർക്ക് പ്രത്യേകിച്ച് റൂം തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലുണ്ട്. ക്ലാസ്സസ് ആണെങ്കിലും ഇപ്പോൾ 4th ഇയർ ഞാനിപ്പോൾ ആയി. അപ്പോൾ നമുക്കിപ്പോൾ നല്ല കണ്ടിന്യൂ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് കിട്ടിയത്. അതുപോലെ പോസ്റ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് സെമ്മോട്ട് മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോയി. അത് നോർമലായിട്ടുള്ള പോസ്റ്റിംഗ് 1 month ഉണ്ടാവും. പിന്നെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൽ വന്നിട്ട് തൊട്ടക്കനഹള്ളിയിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ മാനസ ഹോസ്പിറ്റലിലായിരുന്നു സൈക്കാട്രിക് പോസ്റ്റിംഗ്. ഇപ്പോൾ 7th സെമ്മാണ്. അപ്പോൾ ഇനി അടുത്താണ് OBG വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിവിടെ നല്ല ബെസ്റ്റ് എഡ്യൂക്കേഷൻ തന്നെയാണ് കിട്ടിയത്. അതേപോലെ നമുക്ക് നല്ലൊരു കെയറിംഗ് ആയിട്ടുള്ള ഒരു മാമിനെയാണ് കിട്ടിയിട്ടുള്ളത്. പ്രിൻസിപ്പൽ മാമിന് മലയാളം അറിയാം. അപ്പോൾ ഞാൻ ഈ കോളേജിൽ നിന്ന് എനിക്ക് ഹോം സിക്നസ് ആയിട്ട് പോകാൻ വേണ്ടി നിന്ന ഒരാളായിരുന്നു. അപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് തിരികെ തരണം എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ മാം എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് കാര്യങ്ങൾ, അമ്മ ഒരു അഡ്വൈസ് തരും പോലെ മാം എനിക്ക് തന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ കോളേജിൽ നിൽക്കുന്നു. മാം ഭയങ്കര സപ്പോർട്ടീവാണ്. ഈ ടൈം വെച്ചിട്ടില്ല. നമുക്ക് ഏത് ടൈമും മാമിന് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈമും വിളിക്കാം. പാരൻസിനായാലും അത് നമുക്കായാലും എന്താ മാമുമാരെ ഏത് മാമിനെയും വിളിക്കാം. നമ്മൾ സ്റ്റഡി ലീവിന് വീട്ടിൽ പോയാലും മാമുമാർ പറഞ്ഞിട്ടുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് ഇടണം അല്ലെങ്കിൽ വിളിക്കണം എന്ന് മാമുമാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ മെസ്സേജ് അയച്ച് ചോദിച്ചാലും മാം എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നോട്ടും പ്രൊവൈഡ് ചെയ്യും. എല്ലാം അടിപൊളിയാണ് ടീച്ചേഴ്സ് എല്ലാവരും. എഡ്യൂക്കേഷൻ ലോണാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ അഡ്മിഷൻ വരുമ്പോൾ തന്നെ മാമിനോട് മെൻഷൻ ചെയ്യണം. മാം ഇതേപോലെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് പഠിക്കാനെന്ന് പറയണം. അപ്പോൾ മാം ആ ടൈമിൽ തന്നെ നമുക്ക് ഇവിടുന്ന് കുറേ പേപ്പർ കാര്യങ്ങൾ INC KNC അപ്രൂവ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലോട്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ റിയൽ എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും പ്രിൻസിപ്പളിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ മാമിന് പട്ടേൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ പട്ടേൽ ഗ്രൂപ്പ് അണ്ടറിൽ 2 സ്കൂളുണ്ട്. ഹോലി മദർ ആൻഡ് മദർ തെരേസ സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് ഫെഡറൽ കോളേജ് ഓഫ് നഴ്സിംഗ് BSc ഉണ്ട്. ഞങ്ങൾ ഇവിടെ വരുന്നത് എല്ലാ സ്റ്റുഡൻസും ഞങ്ങളെ പിള്ളേരെ പോലെ നോക്ക്, ഒരു ഫാമിലി എൻവയറൺമെൻറ്റ് കൊടുക്ക്. അവർക്ക് പേഴ്സണൽ ആയാലും പ്രൊഫഷണൽ ആയാലും എന്ത് പ്രോബ്ലം ഉണ്ടായാലും വി ആർ റെഡി ടു സോൾവ് ദെയർ പ്രോബ്ലംസ് ആൻഡ് വി വിൽ ട്രൈ ടു ഗിവ് ബെറ്റർ ആൻഡ് ബെറ്റർ എഡ്യൂക്കേഷൻ. കുറച്ച് സെക്കൻഡ് ഇയർ പഠിക്കുന്ന മലയാളി ആൺകുട്ടികളെ കൂടെ കിട്ടിയിട്ടുണ്ട്. സ്വാലിഹ് കോഴിക്കോട്. ഞാൻ ആദിൽ ഷാ മലപ്പുറം. കോളേജ് പറയുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി കോളേജാണ്. 2 കിലോമീറ്റർ അപ്പുറത്താണ് ഹോസ്റ്റൽ. പക്ഷേ അതിന് നല്ല ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കോളേജ്. പിന്നെ ടീച്ചർമാരെ കുറിച്ച് പറയാനുള്ളത് നല്ല ടീച്ചർമാരാണ്. മലയാളീസിൻ്റെ ടീച്ചർമാർ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നല്ല കമ്പനി ടീച്ചർമാരാണ്. സ്പോർട്സ് എല്ലാം വോളിബോള്, ഫുട്ബോള്, അതേപോലെ ഷട്ടിൽ, ബാഡ്മിൻ്റൺ. പിന്നെ നമ്മളിവിടെ നഴ്സിംഗ് കോളേജ് നമ്മളിവിടെ കപ്പെടുത്തു. അക്കാദമിക്കിൽ മാത്രമല്ല സ്പോർട്സ് ആണെങ്കിലും കൾച്ചറൽസിലാണെങ്കിലും കോളേജിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ പട്ടേൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾ നേരിൽ കണ്ടു കഴിഞ്ഞു. ഇത് ഇത്രയും സന്തുഷ്ടമായ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരെല്ലാം സ്വന്തം കുടുംബം പോലെ കാണുന്ന ഒരു പ്രിൻസിപ്പളും ഞാൻ ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസ് കണ്ടിട്ടില്ല. +2 കഴിഞ്ഞു, GNMO BSc നഴ്സിംഗോ എടുക്കണം താല്പര്യം എങ്കിൽ പട്ടേൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ കോളേജ് ഓഫ് നഴ്സിംഗ് നല്ലൊരു ഓപ്ഷനാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണുന്നവരെ ഗുഡ് ബൈ.